വാർത്തകളിലേക്ക് ഞാൻ വർഷ വിജയൻ. നോക്കാം വാർത്തകൾ വിശദമായി. ആലുവ അതിൽ കൊലക്കേസിൽ 4 പ്രതികൾ പിടിയിൽ. 2 പ്രതികൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. കൊല്ലം ജില്ലയുടെ അതിർത്തികളിൽ അന്വേഷണം ശക്തമാക്കുമെന്നും ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പങ്കെടുത്ത 2 പേരും കോ-അക്യൂസ്ഡ് 2 പേരും പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഉണ്ടായിരുന്ന വണ്ടികളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ കാര്യവും ഞങ്ങൾ പിടിക്കും. അതിൽ യാതൊരു ഇൻടോളറൻസും കാണിക്കില്ല. സോ ദർ ഇസ് നോ ഇൻടോളറൻസ് ഓൺ ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. താങ്ക് യു. അതിലെ പ്രതികൾ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാർ മുണ്ടക്കയത്ത് നിന്നും കണ്ടെത്തി. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ടോബി, ഇപ്പോൾ 6 പ്രതികളും പിടിയിലായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് വിവരങ്ങൾ അതെങ്ങനെയാണ്? അലുവാതിൽ കൊലക്കേസിലാണ് ഇപ്പോൾ 6 പ്രതികളും പിടിയിലായിട്ടുള്ളത്. 2 പ്രതികൾ നേരിട്ട് പങ്കുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കൊല്ലം ജില്ലയുടെ അതിർത്തികളിലടക്കം അന്വേഷണം ശക്തമാക്കുമെന്നൊരു മുന്നറിയിപ്പും നൽകിയിരുന്നു. മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ 6 പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. 2 പേരെ പിടികൂടി. 6 പ്രതികളാണ് പിടികൂട്ടിയിട്ടുള്ളത്. മുണ്ടക്കയം മുറുക്കുവയലിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. ആലുവ അതുൽ കൊലക്കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ടോബി, 6 പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഈ വാഹനത്തിൽ 4 പ്രതികളാണ് രക്ഷപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോട്ടയം ജില്ലയിലേക്ക് ഇവർ കടന്നുവെന്ന് കൃത്യമായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ലായിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു CCTV അടക്കം കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ ഈ സംസ്ഥാന പാത വഴി രക്ഷപ്പെടാനുള്ള ചില നീക്കമാണ് ഇവർ നടത്തിയത്. അങ്ങനെ മണിമല, മുണ്ടക്കയം തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലീസ് ഇവർക്ക് വേണ്ടി വ്യാപക തിരച്ചിൽ, അതായത് അതിർത്തി അടച്ചുകൊണ്ടുള്ള തിരച്ചിൽ തന്നെയാണ് നടത്തിയത്. ഓരോ വാഹനങ്ങളും കൃത്യമായി ചെക്ക് ചെയ്തു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ മുണ്ടക്കയത്ത് നിന്നും ഇവർ സഞ്ചരിച്ച വാഹനം കണ്ടെത്തുന്നത്. ആ പോലീസിനെ കണ്ട് ഈ പ്രതികൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് വാഹനം ഉപേക്ഷിച്ച് ഓടി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്തുടർന്ന് പോലീസ് ഇവരെ പിടികൂടി എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഈ 4 പ്രതികളെയും, ഈ വാഹനത്തിലുണ്ടായിരുന്ന 4 പേരാണ്. അവർ ആരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തതയൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ 4 പ്രതികളെ പിടികൂടി എന്നുള്ള വിവരം തന്നെയാണ് നമുക്കിപ്പോൾ കൺഫേം ചെയ്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസിൽ നേരത്തെ തന്നെ 4 പ്രതികളെ പിടികൂടിയിരുന്നു. നേരിട്ട് പങ്കെടുത്ത 2 പ്രതികളടക്കം 4 പേർ പിടികൂടിയിരുന്നു. അതുകൂടാതെയാണ് രക്ഷപ്പെട്ട പ്രതികൾ. അതിൽ നേരിട്ട് പങ്കെടുത്തവരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടവർ, ഒപ്പം തന്നെ സഹായം നൽകിയവരടക്കം മൊത്തം 8 പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ പക്കൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലത്ത് നിന്നുള്ള പോലീസ് സംഘം ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോട്ടയത്തുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന, കോട്ടയത്തുള്ള വൻ പോലീസ് തന്നെ ഈ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. പല സ്ഥലങ്ങളിലും വിശദമായ പരിശോധനകൾ നടത്തി അതിനൊടുവിലാണ് ഈ വാഹനം കണ്ടെത്തുന്നതും അതിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികളെ പിടികൂടാൻ സാധിച്ചു എന്നുള്ള വിവരവുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് കേസിൽ നിർണായക വഴിത്തിരിവ് തന്നെയാണ്. ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു അഭിമാനകരമായ നേട്ടമാണ്. എന്തായാലും ആ പ്രതികളെ ഉടൻ തന്നെ കൊല്ലത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും 8 പേരാണ് പ്രതിയിലായിട്ടുള്ളത്. മാത്രമല്ല കൊല്ലത്ത് നിന്നും പോലീസ് സംഘം തിരിച്ചിട്ടുണ്ട്. ഇനി പോലീസിന്റെ കൂടുതൽ നടപടികൾ അതെങ്ങനെയാകും? ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇവരെ ഉടൻ തന്നെ കൊല്ലം പോലീസിന് കൈമാറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നടപടികളായിരിക്കും ഉടൻ നടക്കുക. അവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഉണ്ടാകും. എന്തായാലും കൊല്ലം പോലീസ് ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതികളെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഇന്ന് രാത്രിയിൽ തന്നെ മറ്റു പ്രതികൾക്കൊപ്പം കൊണ്ടുപോയി ചോദ്യം ചെയ്യലിലേക്ക് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം. അതിനുശേഷം ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. പിന്നീടായിരിക്കും കോടതിയിൽ 24 മണിക്കൂറിനകം കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിനു മുമ്പ് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇവർ മാത്രമാണോ, ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നതടക്കമുള്ള, സഹായം നൽകിയവർ കൂടുതൽ പേരുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധിക്കുന്നു എന്നാണ് നേരത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൊല്ലത്ത് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാക്കി പ്രതികളെ കൂടി പിടിച്ചിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ ഉടൻ തന്നെ പോലീസ് സ്വീകരിക്കും. തീർച്ചയായും 8 പ്രതികളാണ് ഇപ്പോൾ ആകെ മുഴുവൻ പിടിയിലായിട്ടുള്ളത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ടോബി, ഇപ്പോൾ 8 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. ഇനി പിടിയിലായ പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ആ നിലയിലാണെങ്കിൽ ഇനി കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നൊരു സംശയത്തിലേക്കും പോലീസ് കടക്കുമോ?
തീർച്ചയായിട്ടും ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, പ്രത്യേകിച്ചും ശാസ്ത്രീയ പരിശോധന അടക്കം നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത് എങ്ങനെയാണ്, വാഹനങ്ങൾ നൽകിയത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെ പരിശോധിക്കേണ്ടി വരും. നേരിട്ട് കുറ്റകൃത്യത്തിൽ നടത്തിയവർ ഉൾപ്പെടെ ബാക്കി സഹായങ്ങൾ നൽകിയവർ, ഇത് പ്ലാൻ ചെയ്തത് ആരൊക്കെയാണ്, ഇത് എന്നു മുതൽ പ്ലാനിംഗ് നടന്നതാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പട്ടാപ്പകൽ ഇങ്ങനെയൊരു കുറ്റകൃത്യം നടത്തണമെങ്കിൽ അതിന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകണം. നമുക്കറിയാവുന്ന പോലെ ദേശീയപാതയുടെ ഭാഗമായിട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തി തന്നെയായിരിക്കണം പ്രതികൾ ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സഹായങ്ങൾ എവിടെ നിന്നെല്ലാം ലഭിച്ചു, എന്താണ് യഥാർത്ഥ മോട്ടീവ്, ഒപ്പം തന്നെ മറ്റാരെങ്കിലും പുറത്തുനിന്ന് ഇവരെ സഹായിച്ചിട്ടുണ്ടോ, കൊട്ടേഷൻ ഏതെങ്കിലും ഉണ്ടോ, അതോ ഗുണ്ടാപ്പക തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വാഹനം നൽകിയവർ, ആയുധം നൽകിയവർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രീയ പരിശോധന അടക്കം പൂർത്തിയാക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, മറ്റ് തെളിവെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് നടത്തണം. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഈ കേസിൽ നിർണായകമാകും. അതിനുള്ള നടപടികളാകും ഉടൻ തന്നെ ഉണ്ടാവുക. എന്തായാലും അല്പസമയം മുമ്പാണ് മുണ്ടക്കയത്ത് നിന്ന് 4 പ്രതികളെ കൂടി പോലീസിനെ പിടികൂടാൻ സാധിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. എന്തായാലും കൂടുതൽ വ്യക്തത അതിൽ ലഭിക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് പിടിയിലായത്, എങ്ങനെയാണ് പിടിയിലായത്, ഈ കുറ്റകൃത്യത്തിൽ ഈ പിടിയിലായ പ്രതികൾക്കുള്ള പങ്ക് എന്താണ്, നേരിട്ടുള്ള പങ്കാണോ അതോ സഹായം നൽകിയവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ശരി, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 8 പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇനി ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കണം. അതിനുശേഷം കൂടുതൽ പ്രതികളുണ്ടോ, മറ്റ് സംഘങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. മീൻ പിടിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിനിടയിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. പാലക്കാട് മലമ്പുഴ മുക്കൈപ്പുഴ പാലത്തിന് സമീപമാണ് സംഭവം. ചെമ്പൈ സംഗീത കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി കൗശിക്കിനാണ് കുത്തേറ്റത്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷാരിഖ്, ഈ തർക്കത്തിനിടയാക്കിയ കാരണം എന്താണ്? മാത്രമല്ല ഈ കുത്തേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില അതിപ്പോൾ എങ്ങനെയാണ്? വർഷ, ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഗവൺമെന്റ് ചെമ്പൈ സംഗീത കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായ കോഴിക്കോട് സ്വദേശി കൗശിക്കും സുഹൃത്തുക്കളും ചേർന്ന് പാലക്കാട് മലമ്പുഴയിലെ മുക്കൈ പുഴയിൽ എത്തുകയായിരുന്നു. ആ പുഴപ്പാലത്തിന് സമീപം എത്തുകയായിരുന്നു. അപ്പോൾ അവിടെ ഈ ആക്രമണത്തിൽ, അതായത് ഇവരെ കുത്തി പരിക്കേൽപ്പിച്ച കിരൺ അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇവരെ ഈ ആക്രമണത്തിൽ കലാശിച്ചത്. അതായത് ഈ കിരൺ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ഈ കൗശിക്കിന്റെ വയറ്റിലേക്ക് കുത്തുകയായിരുന്നു. ഇവർ മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായിരുന്നു. കാരണം ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കൗശിക്കിന്റെ പരിക്ക് സാരമല്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൗശിക്കിനെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കിരൺ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിരിക്കുകയാണ്. കിരണിനായി ടൗൺ നോർത്ത് പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. ഇയാളെ ഉടനെ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് നമുക്ക് തന്നിരുന്ന വിവരം. ഈ ചെറിയ നിസാര കാര്യമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത് എന്നാണ് വർഷ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ധന പ്രതിസന്ധിക്കിടെ നടപടികൾ കടുപ്പിച്ച കേന്ദ്ര സർക്കാർ. പൈപ്പ് വഴി പ്രകൃതിവാതക കണക്ഷനുള്ള വീടുകളിൽ ഇനി മുതൽ ഗാർഹിക LPG സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ അനുമതിയില്ല. PNG ഉണ്ടെങ്കിൽ LPG കണക്ഷൻ ഉടനടി സറണ്ടർ ചെയ്യണമെന്ന് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉത്തരവ്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇതിപ്പോൾ ഇരട്ട കണക്ഷനുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ നടപടി? മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ കൂടുതൽ എന്തൊക്കെ? പക്ഷെ പാചകവാതക പ്രതിസന്ധി അത് രൂക്ഷമായതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ കടുപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ ഉള്ളവർ അത് കൂടുതൽ ഉപയോഗിക്കണമെന്നൊരു നിർദ്ദേശം മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം നടപടികൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും പൈപ്പ് വഴി പ്രകൃതിവാതക കണക്ഷൻ അഥവാ PNG ഉള്ള വീടുകളിൽ ഇനി മുതൽ ഗാർഹിക LPG സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ അനുമതിയില്ല. ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഭേദഗതി ഉത്തരവ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൽ പറയുന്ന പ്രകാരം ഇനി PNG കണക്ഷൻ
കണക്ഷൻ ഉള്ളവർ LPG കണക്ഷനുകൾ ഉടനടി സറണ്ടർ ചെയ്യണം. ഇവർക്ക് LPG സിലിണ്ടറുകൾ കൈവശം വയ്ക്കുവാനോ അതുപോലെ തന്നെ റീഫിൽ ചെയ്യാനോ അനുമതി ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ PNG കണക്ഷൻ ഉള്ളവർക്ക് പുതിയ LPG കണക്ഷനുകൾ അനുവദിക്കില്ല എന്ന് കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. ഇതുകൂടാതെ തന്നെ PNG കണക്ഷൻ ഉള്ളവർക്ക് LPG സിലിണ്ടറുകൾ വിതരണം ചെയ്താൽ അത് നിരോധിത പ്രവർത്തനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര സർക്കാർ നൽകുന്നു. എന്തായാലും പാചകവാതക വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വർഷം ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഹോർമുസ് കടലെടുക്ക് തുറക്കും. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രഖ്യാപനം. ഇറാനിൽ നിന്നുള്ള ഭീഷണി അവസാനിപ്പിക്കാൻ ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK തുടങ്ങിയ രാജ്യങ്ങൾ യുദ്ധക്കപ്പലുകൾ അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ്. രാജ്യങ്ങൾ യുദ്ധക്കപ്പലുകൾ അയക്കുന്നതോടെ ഹോർമുസ് സുരക്ഷിതമാകും. ഇറാന്റെ സൈനിക ശേഷിയുടെ 100% നശിപ്പിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപിന്റെ അവകാശവാദങ്ങൾ കെട്ടിച്ചമച്ച നുണയെന്ന് UN-ലെ ഇറാൻ പ്രതിനിധി അലി ബഹ്റാനി പറഞ്ഞു. അഭിമുഖത്തിനിടെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനെ ട്രംപ് വിളിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ വൈറലാകുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടെ സ്കോട്ട് ബെസന്റിനെ ട്രംപ് സിറ്റുവേഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത്. അതിനിടെ UAE പൗരന്മാർ US സൈനികർ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറണമെന്ന മുന്നറിയിപ്പുമായി IRGC രംഗത്തെത്തി. I listened to you on the president wants you. Sorry, the president wants you very well. Oh, okay. Okay. No problem at all. കഴിഞ്ഞ ദിവസം സ്കൈ ന്യൂസ് നൽകിയ അഭിമുഖത്തിനിടെ നടന്ന ഈ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളുടെ വ്യാപകമായി പ്രചരിക്കുന്നത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനെയാണ് അഭിമുഖത്തിനിടെ ട്രംപ് വിളിച്ചു വരുത്തിയത്. അഭിമുഖം പാതിവഴിയിൽ വെച്ച് നിർത്തിയ സ്കോട്ട് സിറ്റുവേഷൻ റൂമിൽ വെച്ച് ട്രംപിനെ കണ്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് അഭിമുഖം പുനരാരംഭിച്ചു. എന്നാൽ തിരികെ എത്തിയ ബെസന്റിന്റെ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളാണ് സമൂഹമാധ്യമങ്ങളിലെ ചർച്ച. ബെസന്റ് അസ്വസ്ഥനായി കാണപ്പെട്ടുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. جزیره ایرانی بوموسا را هدف موشک‌های خود قرار داده است. അതിനിടെ UAE പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി IRGC രംഗത്തെത്തി. US സൈനികർ ഉള്ള തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറണമെന്ന മുന്നറിയിപ്പാണ് UAE പൗരന്മാർക്ക് IRGC നൽകിയിരിക്കുന്നത്. അതേസമയം ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നിട്ടും ഇറാൻ മുൻ പരമോന്നത നേതാവ് സുരക്ഷാ സ്ഥാനത്തേക്ക് മാറാതിരുന്ന സംഭവത്തിൽ വിശദീകരണവുമായി ഇറാൻ രംഗത്തെത്തി. ടെഹ്റാൻ നഗരത്തിലെ 19 ദശലക്ഷം നിവാസികളെ സുരക്ഷിതരാക്കിയാൽ മാത്രമേ താനും സുരക്ഷാ സ്ഥാനത്തേക്ക് മാറൂ എന്ന് ആയത്തുല്ല അലി ഖമനൈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. പരമോന്നത നേതാവിന്റെ പ്രതിനിധി അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റിസർച്ച് ഡെസ്ക് 24. അന്തരീക്ഷത്തിൽ സ്ഫോടന ശബ്ദമോ മറ്റു ശബ്ദങ്ങളോ കേൾക്കുമ്പോൾ വീഡിയോ പകർത്തുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഉടൻ മാറണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. തുറസായ സ്ഥലങ്ങളിൽ താമസിക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ്. മക്കയിലെയും മദീനയിലെയും തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ നടപടികൾ കടുപ്പിച്ച് സൗദി ടൂറിസം മന്ത്രാലയം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന താമസ സൗകര്യങ്ങൾക്കെതിരെ 10 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. റമദാനിലെ തിരക്ക് പരിഗണിച്ച് നമ്മുടെ അതിഥികൾക്ക് മുൻഗണന എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും എത്തുന്ന തീർത്ഥാടകർക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള താമസ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി ടൂറിസം മന്ത്രാലയം പരിശോധന കർശനമാക്കിയത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും മറ്റു താമസ കേന്ദ്രങ്ങൾക്കുമെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നിയമലംഘനം കണ്ടെത്തിയാൽ 10 ലക്ഷം റിയാൽ വരെ പിഴയോ സ്ഥാപനം പൂർണ്ണമായും അടച്ചുപൂട്ടലോ നേരിടേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ 2 ശിക്ഷകളും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു. റമദാനിലെ അവസാന 10 ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് നമ്മുടെ അതിഥികൾക്ക് മുൻഗണന എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനും മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ ഫീൽഡ് ടീമുകൾ മക്കയിലെയും മദീനയിലെയും ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, ട്രാവൽ ഏജൻസികൾ എന്നിവിടങ്ങളിൽ നിരന്തരമായ പരിശോധന നടത്തുന്നുണ്ട്. സേവനങ്ങളുടെ ഗുണനിലവാരം, സുരക്ഷാ മാനദണ്ഡങ്ങൾ, ലൈസൻസിന്റെ കാലാവധി എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. തീർത്ഥാടകർക്ക് എന്തെങ്കിലും പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ടൂറിസം മന്ത്രാലയത്തിന്റെ ഏകീകൃത കോൾ സെന്ററിൽ 24 മണിക്കൂറും ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട്. നിയമങ്ങൾ പാലിച്ച് മികച്ച സേവനം നൽകുന്ന സ്ഥാപനങ്ങൾ മാത്രമേ പുണ്യനഗരങ്ങളിൽ അനുവദിക്കൂ എന്ന ശക്തമായ നിലപാടിലാണ് ടൂറിസം മന്ത്രാലയം. ജലീൽ കണമകലം, 24 ജിദ്ദ. തമിഴ് കവി R. വൈരമുത്തുവിന് 2025 ജ്ഞാനപീഠ പുരസ്കാരം. തമിഴ് സാഹിത്യത്തിനും ചലച്ചിത്ര ഗാനശാഖയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം.
24 വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിലേക്ക് പുരസ്കാരം എത്തുന്നത്. ജ്ഞാനപീഠം തമിഴ് ജനതയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് ആർ വൈരമുത്തു പറഞ്ഞു. 4.5 പതിറ്റാണ്ട് നീണ്ട സാഹിത്യ ജീവിതം, 7500-ലധികം ഗാനങ്ങൾ, 37 പുസ്തകങ്ങൾ, 7 ദേശീയ പുരസ്കാരങ്ങളും 6 സംസ്ഥാന പുരസ്കാരങ്ങളും. രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ചു. ഇതിനൊക്കെ പിന്നാലെയാണ് ജ്ഞാനപീഠം കൂടി വൈരമുത്തുവിനെ തേടിയെത്തിയത്. പുരസ്കാരം തമിഴ്നാട്ടിനും തമിഴ് ജനതയ്ക്കും സമർപ്പിക്കുന്നുവെന്ന് വൈരമുത്തു. வந்து போவார்கள், தமிழ் நிலையாய் நிற்கும். எனவே இந்த விருது தமிழுக்கு கிடைத்திருக்கிறது என்று உலகத் தமிழ் பெருமக்கள் கொண்டாட வேண்டும் என்று கும்பிட்டு கேட்டுக்கொள்கிறேன். 24 വർഷത്തിന് ശേഷമാണ് ജ്ഞാനപീഠം തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്. ഇതിലുള്ള വിഷമവും ആർ വൈരമുത്തു മറച്ചുവെച്ചില്ല. எல்லா விருதுகளையும் விட ஞானபீட விருதை அறிவுலகம் பெரிதாக மதிக்கிறது. எனக்கும் ஞானபீடத்தின் மீது ஒரு மயக்கம்தான் என்று சொல்லிக் கொள்வதில் எனக்கு எந்த நாணமும் இல்லை, எந்த தயக்கமும் இல்லை. காரணம் ஞானபீடம் பெரிதிനും பெரிய. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, കമൽഹാസൻ എം പി തുടങ്ങി നിരവധി പ്രമുഖർ ആർ വൈരമുത്തുവിന് ആശംസകൾ അറിയിച്ചു. എന്നാൽ വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം നൽകിയതിൽ രൂക്ഷ വിമർശനവുമായി ഗായിക ചിന്മയി രംഗത്തെത്തി. അധികാരവർഗം പീഡകർക്കൊപ്പമാണ്. വൈരമുത്തുവിനെതിരെ പരാതിപ്പെട്ടവർ നിശബ്ദരാക്കപ്പെട്ടു. താൻ വലിയ വില നൽകേണ്ടി വന്നുവെന്നും ചിന്മയി എക്സിൽ കുറിച്ചു. മീടു മൂവ്മെന്റിന്റെ ഭാഗമായി 2018-ൽ ഗായിക ചിന്മയി ശ്രീവധ ഉൾപ്പെടെ ഏതാനും വനിതകൾ വൈരമുത്തുവിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചിരുന്നു. 24 ചെന്നൈ. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ജനമനസ്സറിയാൻ 24 ഡിജിറ്റൽ സർവേ. തെരഞ്ഞെടുപ്പിൽ ആര് വീഴും ആര് വാഴും? ജനമനസ്സറിയാൻ 24 നടത്തുന്ന അഭിപ്രായ സർവേയിൽ പ്രേക്ഷകർക്കും പങ്കെടുക്കാം. QR കോഡ് സ്കാൻ ചെയ്ത് മെഗാ ഡിജിറ്റൽ പോളിൽ പങ്കാളിയാകാം. നാളെ വൈകിട്ട് 5 മണി വരെയാണ് അഭിപ്രായം അറിയിക്കാൻ അവസരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.